ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം എക്സാം ഫിയർ ആണ്. പ്രത്യേകിച്ച് ഫൈനൽ എക്സാമിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും ഒരു പേടിയാണ്. ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഓണം എക്സാം ആകാം, അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം ആകാം, അല്ലെങ്കിൽ ഫൈനൽ എക്സാം ആകാം. എക്സാം എന്ന് പറയുമ്പോഴേ കുട്ടികൾക്ക് ബട്ടർഫ്ലൈസ് സ്റ്റൊമക്കിൽ ഉണ്ടാകുകയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഈ ഒരു ഫിയർ ഫാക്ടർ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? നമുക്ക് ഫിയർ ഫാക്ടർ മാറ്റാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എനിക്കിത് തന്നെ ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം അവരിൽ വളർത്തിയെടുക്കാൻ സാധിക്കണം. പക്ഷെ ഇപ്പം നമ്മളൊന്ന് നോക്കിയാൽ കാണുന്നത്, ഇപ്പം ഈ ക്രിസ്മസ് എക്സാമിനേഷൻ, ഒരു ബോർഡ് എക്സാമിനേഷന് മുമ്പുള്ള ഒരു ക്രിസ്മസ് എക്സാമിനേഷൻ കേരളം മുഴുവൻ കണ്ടത് പബ്ലിക് എക്സാമിനേഷൻ വരാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നടന്നൊരു പരീക്ഷ. ആ പരീക്ഷ എല്ലാ കുട്ടികൾക്കും വെരി ടഫ് എക്സാമിനേഷനെ ക്രാക്ക് ചെയ്യേണ്ടി വന്നിട്ട് കുട്ടികൾ മുഴുവൻ ഒരു പാനിക് ഒരു സ്റ്റേജിലായിപ്പോൾ. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക, ഇനി പരീക്ഷാ ഹാളിൽ കയറുന്ന സമയത്ത് എല്ലാം പഠിച്ചത് മുഴുവൻ മറന്നു പോകുന്നു, വെരി ടഫ് പാറ്റേണിൽ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത പാറ്റേണിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ശരിക്കും അങ്ങനെയല്ല. നമ്മളൊരു 2028 എങ്ങനെ പരീക്ഷ നടത്തണമെന്ന് 2026 തന്നെ തീരുമാനിക്കണം. ഒരു എക്സാമിനറുടെ അല്ലെങ്കിൽ ദീർഘവീക്ഷണമുള്ള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 2026 +1 അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിയുടെ 2027 ഫസ്റ്റ് ഇയറിന്റെ പബ്ലിക് എക്സാമിനേഷന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ പബ്ലിഷ് ചെയ്യണം. അപ്പോൾ ടീച്ചേഴ്സിന് ആ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് പഠിപ്പിക്കാൻ പറ്റും, മോഡൽ എക്സാമിനേഷൻ നടത്താൻ പറ്റും, പബ്ലിക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം സെക്കൻഡ് ഇയർ എന്ന് പറയുന്ന ഒരു വർഷം പഠിക്കുമ്പോഴും ആ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ചെയ്യാനും അതനുസരിച്ച് പഠിപ്പിക്കാനും മോഡൽ എക്സാം നടത്താനും സ്കൂളുകൾക്ക് പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഏത് ലെവലിലേക്കാണോ ഉയർത്താൻ ആഗ്രഹിച്ചത് അതുപോലത്തെ ഒരു പബ്ലിക് എക്സാം ഗവൺമെന്റിന് നടത്താനും സാധിക്കും. അതിനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ കുട്ടികൾക്കും സാധിക്കും. അതിന് പകരം പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ്, ഒരു മാസം മുമ്പ്, ഞങ്ങൾ പരീക്ഷ മുഴുവൻ സ്റ്റാൻഡേർഡ് ആക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പരീക്ഷയുടെ പാറ്റേണെ മാറ്റി ഒരു ബ്ലൂ പ്രിന്റ് ഇല്ലാതെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇല്ലാതെ വെറുതെ അങ്ങോട്ട് ടഫ് പാറ്റേണിൽ എക്സാം നടത്തിയാൽ കുട്ടികൾക്ക് ആകപ്പാടെ കൺഫ്യൂഷൻ ആകും, ടീച്ചേഴ്സും ആകപ്പാടെ പാനിക്കാവും. ഇതിനോടൊപ്പം ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഫിയർ മാറ്റേണ്ട അവസരത്തിൽ ഫിയർ കൂടുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അതല്ല ഒരു എക്സാമിനേഷൻ സമയത്ത് ചെയ്യേണ്ടത്.